വയോധികനായ ഒരു മനുഷ്യനാണ് അല്ലെ. ഒരു സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ദീർഘകാലം നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം തിരികെ വരുന്ന ഒരാൾ, അവനവന്റെ വീട്ട് എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതത്വ ബോധമുള്ള ഇടമാണ്. അവിടെ ആ വീടിനുള്ളിലേക്ക് വാടക കൊലയാളികൾക്ക് വഴിയൊരുക്കുന്നത് സ്വന്തം വീട്ടിലുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ആ അവിശ്വാസത്തിന്റെ ഘടകം എത്രത്തോളമാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളെ അന്നും ഇന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 14 വർഷം കടന്നുപോയെങ്കിലും കാരണവർ കേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. അത്ര മേൽ നമ്മളെ ഞെട്ടിച്ച ഒരു കേസാണ്. അപ്പോൾ അവിടെ വയോധികനായ ഒരു മനുഷ്യൻ, നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ചതിക്ക് കീഴ്പ്പെട്ട് ക്രൂരമായി കൊലപാതകത്തിന് ഇരയായി പോയി എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ കൃത്യം നിർവഹിച്ച ഒരാൾക്ക് ഒരു ക്രിമിനൽ ബുദ്ധിയും ഇനിമേൽ വെച്ച് പുലർത്താൻ കഴിയില്ല എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? അല്ല, ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്തവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇനി ഉണ്ടായിക്കൂടുന്നില്ല. കാരണം അത് അവർ മനസ്സിൽ നിന്ന് മാറത്തില്ല, അത് അലിഞ്ഞു ചേർന്നോ. അതിനകത്തിപ്പം മാനസാന്തരപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ കുമ്പസരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അത് ചെയ്ത കുറ്റം അതിനകത്ത് അലിഞ്ഞു കിടക്കും. അത് നാളെ ഇനിയും പുറത്തിറങ്ങിയാലും അത് തന്നെ ഉള്ളിൽ കിടക്കുമെന്നാണ് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതേപോലൊരു കുറ്റമാണ് ചെയ്തത്. ചെറിയ ഒരാളെ പിടിച്ച് തള്ളിയിടുവാണെങ്കിൽ അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, ഞാൻ തള്ളിയിട്ടതാണ്. ഇതല്ല, ഇത് പച്ചയ്ക്കൊരു മനുഷ്യനെ കൊല്ലുകയാണ്. ചില തെറ്റുകുറ്റങ്ങൾ വരാം, അത് സത്യമാണ്, സ്വാഭാവികം. കാരണം നമ്മളങ്ങോട്ട് ഒരാൾ പോകുന്നു, അല്ലെങ്കിൽ പെരയുടെ ഷെയ്ഡേന്ന് തള്ളിയിടുന്നു, അല്ലെങ്കിൽ കട്ടേന്ന് പിടിച്ച് താഴെ ഇടുന്നു, അല്ലെങ്കിൽ ചെറിയൊരു മുറിവുണ്ടാകുന്നു, തലയ്ക്കൊരു മുറിവുണ്ടാകുന്നു, ആശുപത്രിയിൽ കൊണ്ടുവന്നു തുന്നിക്കെട്ടുന്നു, അതൊന്നും അല്ലി നടന്നു. അപ്പം ഇതൊരു ക്രിമിനൽ പശ്ചാത്തലം തന്നെയായിരുന്നു. അത് ഒരിക്കലും ആളുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. എത്ര നല്ല ശ്രമിച്ചാലും ഉള്ളിൽ അത് കിടക്കും, മരണം വരെ അത് കിടക്കും. ഞാൻ എൻ്റെ അമ്മായിയച്ഛനെ കൊന്നു, ഞാൻ എൻ്റെ കൂട്ടാളികളെ പങ്കെടുപ്പിച്ച് കൊന്നു എന്ന് മരിക്കുന്ന നേരം വരെ, ഒരു തുള്ളി ശ്വാസം പോകുന്നവരെ ഷെറിൻ്റെ മനസ്സിൽ നിന്ന് അത് ആയത്തില്ല. വാടക കൊലയാളിക്ക് അതൊരു പ്രശ്നമല്ല, അവർക്ക് ഇന്ന് ഇത് കഴിഞ്ഞു അല്ലെങ്കിൽ നാളെ പോയി, അവർക്ക് അവരുടെ കാര്യം. പക്ഷേ ആ മരുമകൾ മരിക്കുന്ന നേരം വരെ, ഭാസ്കരക്കാരനവരെ ഒരു നേരമെങ്കിലും ചെയ്ത പ്രവൃത്തിയുടെ അത് ഓർത്തോർത്തേ മരിക്കത്തുള്ളൂ.